നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 10ാം തരം തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുമുള്ള സോഷ്യൽ സയൻസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ്. ഉത്തരങ്ങൾ പറയുന്നതിനോടൊപ്പം ഉത്തരങ്ങളുടെ പേജ് നമ്പർ കൂടി പറയുന്നുണ്ട്. അത് ഉത്തരങ്ങൾ വായിച്ചു മനസ്സിലാക്കുവാനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി അറിയുവാനും നിങ്ങൾക്ക് സഹായമാകും. ക്ലാസ് മുഴുവനായും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. പരീക്ഷ 2.5 മണിക്കൂറാണ്. ആകെ 60 സ്കോറിന്റെ ചോദ്യങ്ങളാണുള്ളത്. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുക. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുക. പേജ് നമ്പർ 51. പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, സ്ത്രീകൾക്കെതിരായ അനീതികൾ അവസാനിപ്പിക്കുക, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. ഇവയൊക്കെയാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനായ ആൽഫ്രഡ് മാർഷലിന്റെ 2 സംഭാവനകൾ എഴുതുക. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനായ ആൽഫ്രഡ് മാർഷലിന്റെ 2 സംഭാവനകൾ എഴുതുക. പേജ് നമ്പർ 218. 1. ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര നിർവചനം അവതരിപ്പിച്ചു. 2. സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്ന ആശയം അവതരിപ്പിച്ചു. മൂന്നാമത്തെ ചോദ്യം. നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മറ്റ് 2 ചുമതലകൾ രേഖപ്പെടുത്തുക. പേജ് നമ്പർ 107. 2 ചുമതലകൾ ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട്, നോക്കാം. കടൽക്ഷോഭം ദുരിതാശ്വാസ ഫണ്ട് വിതരണം, ഹരിത മിഷൻ വൃക്ഷത്തൈ വിതരണം. മറ്റ് 2 ചുമതലകൾ നോക്കാം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കളക്ടർ നേരിട്ട് നേതൃത്വം നൽകി. തരിശു നിലങ്ങൾ ഏറ്റെടുക്കാൻ കുടുംബശ്രീകളെ സജ്ജമാക്കി. BPL കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് അരി നൽകി. ഇതിൽ നിന്നും 2 എഴുതുക. അടുത്തത് 4ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമുദ്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യൻ സമുദ്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 182. ഉത്തരം. ഇന്ത്യൻ സമുദ്രം ലോകത്തിലെ 3ാമത്തെ വലിയ സമുദ്രമാണ്. ഇത് ഇന്ത്യയുടെ തെക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേര് ലഭിച്ചത്. അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴം 3960 മീറ്റർ. ഏറ്റവും ആഴം കൂടിയ ഭാഗമായ വാർട്ടൺ ഗർത്തത്തിന് 7725 മീറ്റർ ആഴമുണ്ട്. 5ാമത്തെ ചോദ്യം. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിവ താരതമ്യം ചെയ്യുക. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിവ താരതമ്യം ചെയ്യുക. പേജ് നമ്പർ 246. ഉത്തരം. പ്രത്യക്ഷ നികുതി. ഏത് വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിനടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം ആദായ നികുതി, വസ്തു നികുതി മുതലായവ. ഇനി പരോക്ഷ നികുതി നോക്കാം. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയും 2 ആണെങ്കിൽ അത് പരോക്ഷ നികുതിയാണ്. ഉദാഹരണം വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി മുതലായവ. 6ാമത്തെ ചോദ്യം. രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകൾ ഏതെല്ലാം? രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകൾ ഏതെല്ലാം? പേജ് നമ്പർ 134. ഉത്തരം. എല്ലാവർക്കും സുരക്ഷിതത്വവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് രാഷ്ട്രത്തിന്റെ ചുമതലയായി കണക്കാക്കുന്നത്. രാഷ്ട്രത്തിന്റെ ചുമതലകളെ പ്രധാനമായും 2ആയി തിരിക്കാം. 1. നിർബന്ധിത ചുമതലകൾ, 2. വിവേചനപരമായ ചുമതലകൾ. ചോദ്യത്തിൽ നിർബന്ധിത ചുമതലകളാണ് ചോദിച്ചിരിക്കുന്നത്, നോക്കാം. അതിർത്തി സംരക്ഷണം, ക്രമസമാധാനം ഉറപ്പാക്കൽ, നീതി നടപ്പാക്കൽ, പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കൽ. ഇവയാണ് രാഷ്ട്രത്തിന്റെ പ്രധാന നിർബന്ധിത ചുമതലകൾ. ഇനി വിവേചനപരമായ ചുമതലകൾ കൂടി നോക്കാം. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പാക്കുക. വിവേചനപരമായ ചുമതലകളാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പോയിന്റുകൾ എഴുതുക. 7ാമത്തെ ചോദ്യം.
ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന 4 പ്രശ്നങ്ങൾ എഴുതുക. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന 4 പ്രശ്നങ്ങൾ എഴുതുക. പേജ് നമ്പർ 143. ഉത്തരം: സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ ചിലത് നോക്കാം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, കൗമാര കുറ്റകൃത്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ഇതിൽ നിന്നും 4 പ്രശ്നങ്ങൾ എഴുതുക. 8ാമത്തെ ചോദ്യം. 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 8ാമത്തെ ചോദ്യം നോക്കാം. നവീന ശിലായുഗത്തിലെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? നവീന ശിലായുഗത്തിലെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? പേജ് നമ്പർ 10. ഉത്തരം: മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലകളെ മിനുസപ്പെടുത്തി ആയുധങ്ങളാക്കി ഉപയോഗിച്ചു. ഈ കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെട്ടു. നവീന ശിലായുഗത്തിന് ഏകദേശം 8,000-ഓളം വർഷം പഴക്കമുണ്ട്. നവീന ശിലായുഗത്തിലെ പ്രധാന സവിശേഷതകൾ നോക്കാം. കൃഷി ആരംഭിച്ചു, നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചു, മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തി, മൺപാത്രങ്ങൾ നിർമ്മിച്ചു, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ചക്രങ്ങൾ നിർമ്മിച്ചു, മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതുപോലെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, താമ്രശിലായുഗം, നദീതട സംസ്കാരങ്ങൾ എന്നിവയും നോക്കി മനസ്സിലാക്കുക. ഇതിലേതെങ്കിലും ഉറപ്പായും ചോദിക്കും. 9ാമത്തെ ചോദ്യം. നബാർഡ് ഇന്ത്യയുടെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ്. വിലയിരുത്തുക. നബാർഡ് ഇന്ത്യയുടെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ്. വിലയിരുത്തുക. പേജ് നമ്പർ 265. ഉത്തരം: ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളെയാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ് നബാർഡ് അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. മുംബൈ ആസ്ഥാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. നബാർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. കാർഷിക മേഖലയിലെ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നബാർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്തത് 10ാമത്തെ ചോദ്യം. ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്ത കാലഘട്ടം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. സമർത്ഥിക്കുക. ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്ത കാലഘട്ടം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. സമർത്ഥിക്കുക. പേജ് നമ്പർ 29. ഉത്തരം: ഗുപ്ത കാലഘട്ടം ഭാരതത്തിന്റെ സുവർണയുഗം എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ അസാമാന്യ പുരോഗതി കൈവരിച്ചു. ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ ശക്തനായ ഭരണാധികാരി. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ശൂന്യത്തിന്റെ ആശയം അവതരിപ്പിച്ചു. അദ്ദേഹം ഗ്രഹങ്ങളുടെ ഗതി, ഭൂമിയുടെ സ്വയംഭ്രമണം തുടങ്ങിയ വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിച്ചു. ബഹിരാകാശ വിജ്ഞാനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ആര്യഭടീയം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ടയ്ക്ക് ആ പേര് നൽകിയത്. വരാഹമിഹിരൻ ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും മികച്ച സംഭാവനകൾ നൽകി. ചരകന്റെയും സുശ്രുതന്റെയും വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഈ കാലത്ത് വികസിപ്പിക്കപ്പെട്ടു. ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗണ്യമായ പുരോഗതി കൈവരിച്ച ഗുപ്ത കാലഘട്ടത്തിൽ ഈ രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെയും അവർ രചിച്ച പുസ്തകങ്ങളെയും നോക്കാം. കാളിദാസൻ, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, ശൂദ്രകൻ, മൃച്ഛകടികം, വിശാഖദത്തൻ, മുദ്രാരാക്ഷസം, വരാഹമിഹിരൻ, പഞ്ചസിദ്ധാന്തിക, അമരസിംഹൻ, അമരകോശം. ഈ പാഠത്തിലെ മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ചും തിണകളെക്കുറിച്ചും നോക്കി മനസ്സിലാക്കുക. 11ാമത്തെ ചോദ്യം. ദേശീയ വരുമാനം എന്നാൽ എന്ത്? ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ? ദേശീയ വരുമാനം എന്നാൽ എന്ത്? ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ? പേജ് നമ്പർ 230. ഉത്തരം: ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ, പദ്ധതികളുടെ ആസൂത്രണത്തിന്,
വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ, സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ, ജനങ്ങളുടെ ജീവിതനില മനസ്സിലാക്കാൻ, വികസന നയങ്ങൾ രൂപപ്പെടുത്താൻ. 12ാമത്തെ ചോദ്യം, മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 38. ഉത്തരം: മധ്യകാല ഇന്ത്യയിൽ കൃഷി പ്രധാന തൊഴിൽ മേഖലയായിരുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ കാർഷിക രംഗത്ത് ഗണ്യമായ പുരോഗതിയുണ്ടായി. ഇബ്നു ബത്തൂത്തയുടെ കിതാബുൽ റിഹ്ലയിൽ മധ്യകാല ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഇരുമ്പുപകരണങ്ങളുടെ ഉപയോഗം വ്യാപകമായതോടെ നിലം ഉഴുതലും വിത്ത് വിതയ്ക്കലും കൂടുതൽ ഫലപ്രദമായി നടത്തുവാൻ തുടങ്ങി. ജലസേചനത്തിനായി കുളങ്ങൾ, കിണറുകൾ, ചാലുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ വികസിപ്പിച്ചു. നെല്ല്, ഗോതമ്പ്, ബാർലി, പരുത്തി തുടങ്ങിയ വിളകൾ വ്യാപകമായി കൃഷി ചെയ്തു. ചില പ്രദേശങ്ങളിൽ ഒരു വർഷത്തിൽ 2 വിളകൾ എടുക്കുന്ന ഇരട്ടവിള സംവിധാനവും പ്രചാരത്തിലായി. കാർഷിക ഉൽപാദനം വർദ്ധിച്ചതിനാൽ ഗ്രാമങ്ങൾ സാമ്പത്തികമായി വളരുകയും മധ്യകാല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്തു. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. നോക്കാം. എ കോളത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് ബി കോളത്തിലെ വിവരങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. എ കോളത്തിൽ നൽകിയിരിക്കുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ബി കോളത്തിൽ നൽകിയിരിക്കുന്നത് ഭീമ, കബനി, ഇബ്ബ്, ചന്ദ്രാവതി എന്നിവയുമാണ്. ഇത് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളും അവയുടെ പോഷക നദികളുമാണ്. ഇനി ഇതൊന്ന് ക്രമപ്പെടുത്തി എഴുതാം. മഹാനദി ഇബ്ബ്, മഹാനദി ഇബ്ബ്. ഗോദാവരി ഇന്ദ്രാവതി, ഗോദാവരി ഇന്ദ്രാവതി. കൃഷ്ണ ഭീമ, കൃഷ്ണ ഭീമ. കാവേരി കബനി, കാവേരി കബനി. ഈ ക്രമത്തിൽ എഴുതുക. പേജ് നമ്പർ 206 നോക്കി നദികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.